ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും തെറ്റുകൾ സംഭവിക്കാം. സ്വന്തം വികാരങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കാൻ കഴിയാതെ ചിലപ്പോൾ മനസ്സ് കൈവിട്ടു പോകാം. എത്ര സ്നേഹത്തിലും വിശ്വസ്തതയിലും ജീവിക്കുന്ന ദമ്പതികളാണെങ്കിലും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില വഴിവിട്ട ബന്ധങ്ങളും സൗഹൃദങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ അത് തെറ്റാണെന്ന് തോന്നിയാൽ, മനസ്സിൽ കുറ്റബോധമുണ്ടായാൽ അത് തിരിച്ചറിവിൻ്റെ സമയമാണ് കേട്ടോ. പക്ഷെ ചില ബന്ധങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് ഒരു മോചനമില്ലെങ്കിൽ അവിടെ അപകടം പതിയിരിക്കുന്നുണ്ട്. പത്തനംതിട്ട അടൂരിലെ ഷഹാനയുടെ ദാമ്പത്യ ജീവിതം തകർന്നത് അവളുടെ വഴിവിട്ട സൗഹൃദത്തെക്കുറിച്ച് ഭർത്താവ് അറിഞ്ഞതോടെയാണ്. അവൾക്കന്ന് ആ ബന്ധം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ തെറ്റാണെന്നറിഞ്ഞിട്ടും ജീവിതം തകരുമെന്ന് മനസ്സിലായിട്ടും സ്വന്തം മകനെക്കുറിച്ച് പോലും ഓർക്കാതെ ഷഹാന അരുണുമായുള്ള സൗഹൃദം തുടർന്നു. താൽക്കാലിക സുഖത്തിന് വേണ്ടി വഴിവിട്ട ബന്ധം തേടിപ്പോയ ഷഹാനയ്ക്ക് എന്ത് സന്തോഷമാണ് അവിടെ ലഭിച്ചത്? എന്താണ് ആ 31-കാരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പങ്കാളികൾക്കിടയിൽ വഴക്കം പ്രശ്നങ്ങളും ഉണ്ടാകാം. അവർക്ക് ചില കുറവുകളൊക്കെ കാണും. ഭർത്താവ് മദ്യപാനിയോ സംശയരോഗിയാകാം. പക്ഷെ ദാമ്പത്യ ബന്ധം ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഇറങ്ങിപ്പോകുന്ന യുവതികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടവും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പത്തനംതിട്ട അടൂരിലെ ഷഹാനയുടെ ദാമ്പത്യം തകർത്തത് അരുണെന്ന യുവാവുമായുള്ള വഴിവിട്ട ബന്ധമാണ്. അത് തെറ്റാണെന്നറിഞ്ഞിട്ടും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഷഹാനയ്ക്ക് ആ സൗഹൃദം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആരോടും പരാതിയോ പരിഭവമോ പറയാൻ സാധിച്ചില്ല. ഒടുവിൽ കാമുകനുമായുള്ള പ്രശ്നത്തെ തുടർന്ന് അവൾ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്നു. യുവതിയുടെ തൂങ്ങി മരണത്തിൽ കാമുകൻ അടൂർ ഏഴംകുളം സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് അടൂരിലെ വീട്ടിൽ ഷഹാന തൂങ്ങി മരിച്ചത്. കാമുകനായ അരുണും ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. കാമുകന്റെ മർദ്ദനത്തിലും പ്രേരണയിലുമാണ് ഷഹാന തൂങ്ങി മരിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തൂങ്ങി മരിക്കും മുമ്പ് ഷഹാനയെ അരുൺ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. അരുണിന്റെ ആക്രമണത്തിൽ മനം നൊന്താണ് ഷഹാന ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. തുടർന്നാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുത്തത്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന ഷഹാനയുമായി അരുൺ അടുപ്പത്തിലായിരുന്നു. സംഭവ ദിവസം രാത്രി വീട്ടിലെത്തിയ അരുൺ ഷഹാനയുമായി വാക്കേറ്റമുണ്ടാവുകയും മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ഷഹാന ആത്മഹത്യ ചെയ്തു. അരുണിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആത്മഹത്യ. എന്നാൽ ഇയാൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചോ എന്ന കാര്യം വ്യക്തമല്ല. മകളെ കൊലപ്പെടുത്തിയതാണെന്നായിരുന്നു ഷഹാനയുടെ മാതാവിന്റെ ആരോപണം. സംഭവ ദിവസം തന്നെ അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അരുണിനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. അടൂർ ഏഴംകുളം സ്വദേശിയായ അരുൺ KSEBയിലെ താൽക്കാലിക ഡ്രൈവറാണ്. ന്യൂസ് 18 പത്തനംതിട്ട. നാടിനെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലയിൽ പ്രതി ചെന്താമരയ്ക്കുള്ള ശിക്ഷ എന്തായിരിക്കും? ആ കൊടും കുറ്റവാളിക്ക് കോടതി തൂക്കുകയർ വിധിക്കുമോ? നെന്മാറ ഇരട്ടക്കൊലയിൽ പ്രതിക്കുള്ള ശിക്ഷ അറിയാൻ ഇനിയും കാത്തിരിക്കണം. കേസ് അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കുമെങ്കിലും അന്ന് ശിക്ഷാവിധി ഉണ്ടാകാനുള്ള സാധ്യത കുറവെന്നാണ് സൂചന. വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രതി സമൂഹത്തിന് ഭീഷണിയാണെന്നും അയൽവാസികൾക്ക് പ്രതിയിൽ നിന്ന് ഭീഷണി ഉണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കേരളത്തെ നടുക്കിയ
നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി സംബന്ധിച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ചെന്താമര സ്ഥിരം കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സമൂഹത്തിന് തന്നെ ആപത്താണെന്നും വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പ്രതി കുറ്റകൃത്യം നടത്താൻ ഇനിയും സാധ്യതയുണ്ട്. ഗാന്ധിജിയല്ല താനെന്ന മനോഭാവം തന്നെ അതിനുദാഹരണമാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. അതേസമയം മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. മുൻകാല സ്വഭാവം പരിഗണിക്കരുതെന്നും പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നും പ്രതിഭാഗം വാദിച്ചു. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ജില്ലാ നിയമസഹായ വേദി ചെന്താമരയ്ക്ക് 2 ദിവസം കൌൺസിലിംഗ് നൽകിയതിന്റെ റിപ്പോർട്ട് വ്യാഴാഴ്ച കോടതിയിൽ സമർപ്പിക്കും. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും ശിക്ഷാവിധി പ്രസ്താവിക്കുക. പ്രതിയെ വ്യാഴാഴ്ച വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് DLS എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി. അതിപ്പോൾ പറയാൻ പറ്റില്ല. ആ റിപ്പോർട്ടിൻ്റെ ഒരു സമയം ഹിയറിംഗ് ഉണ്ടാവാം. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് വിധി പറയാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെൻ്റ് ആണ്. അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്. അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. ഈ പ്രതിഭാഗം പറയുന്നത് ഈ സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസാണ്, ദൃക്സാക്ഷികൾ ഇല്ലാത്തൊരു കേസാണ്. ആ കേസിൽ ഇങ്ങനെ ഇത്തരത്തിൽ ഈ പരമാവധി ശിക്ഷ നൽകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അല്ല, അതിന് തടസ്സമൊന്നുമില്ല. കാരണം വധശിക്ഷയ്ക്കും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിനും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും അത് കോടതി അത് പരിഗണിക്കുന്നു മാത്രമേ ഉള്ളൂ. 2025 ജനുവരി 27-നാണ് നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയത്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്തു കൊന്നിരുന്നു. ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു നാടിനെ നടുക്കിയ ഇരട്ടക്കൊല. ഭാര്യയും മകളും തന്നെ ഉപേക്ഷിച്ചു പോകാൻ കാരണം നീളമുള്ള മുടിയുള്ള സ്ത്രീയാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞതാണ് അയൽവാസിയായ സജിതയോടും കുടുംബത്തോടും തീർത്താൽ തീരാത്ത പകയായി മാറിയത്. സജിതയെ കൊന്ന കേസിൽ ചെന്താമരയ്ക്ക് നേരത്തെ കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഇരട്ടക്കൊലക്കേസിലും പ്രതിക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ. ന്യൂസ് 18 പാലക്കാട്. അമിത മദ്യപാനം കുടുംബ കലഹങ്ങൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. പല വീടുകളിലെയും വഴക്കും അക്രമ സംഭവങ്ങളും പരിശോധിച്ചാൽ അവിടെ മദ്യമാണ് വില്ലൻ. കണ്ണൂരിൽ അതിഥി തൊഴിലാളിയെ സഹോദരി ഭർത്താവ് കഴുത്തറുത്ത് കൊന്നത് മദ്യപാനത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ്. ഒഡീഷ സ്വദേശി ഫിലിപ്പിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രമേശനെ കുടിയാൻമല പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപാനവും കുടുംബ പ്രശ്നങ്ങളുമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. എരുവേശി പൂപ്പറമ്പിൽ ഒഡീഷ സ്വദേശി ഫിലിപ്പിനെ കുളിമുറിയിൽ കഴുത്തറുത്തു കൊന്ന കേസിലാണ് സഹോദരി ഭർത്താവ് അറസ്റ്റിലായത്. പ്രതി രമേശിനെയാണ് കുടിയാൻമല പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. മദ്യപാനവും കുടുംബ പ്രശ്നങ്ങളുമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകമാണ് കുടിയാൻമല പോലീസ് രമേശിനെ കസ്റ്റഡിയിൽ എടുത്തത്. കെട്ടിട നിർമ്മാണ ജോലികൾക്കായി ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയ തൊഴിലാളികളാണ് ഇവർ. വർഷങ്ങളായി ശ്രീകണ്ഠാപുരം പൂപ്പറമ്പിൽ വാടക കെട്ടിടത്തിൽ താമസിച്ചു വരികയായിരുന്നു. ഇവരുടെ കൂടെ താമസിച്ചിരുന്ന മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊലപാതക വിവരം നാട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ കുടിയാൻമല പ്രിൻസിപ്പൽ SI ജോസ്, SIമാരായ പ്രകാശൻ പടിക്കൽ, സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. കള്ളുകുടിച്ചാൽ അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരുണ്ട്. വീട്ടിലും പൊതുസ്ഥലത്തും ബാറിലുമൊക്കെ വഴക്കും അക്രമ സംഭവങ്ങളും അഴിച്ചുവിടുന്നവർ. ബാറുകളിൽ പോയി സംഘർഷമുണ്ടാക്കിയാൽ ചിലപ്പോൾ നല്ല തല്ല് കിട്ടുമെന്ന് കൂടി ഓർക്കുന്നത് നല്ലതാണ്.
കൊല്ലം ഓച്ചിറയിലെ ബാറിൽ ജീവനക്കാരുമായി ഏറ്റുമുട്ടിയ യുവാക്കൾക്ക് തല്ലുമാത്രമല്ല കിട്ടിയത്, പിന്നാലെ കേസും വന്നു. ആക്രമണത്തിൽ ബാറിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ബാർ ജീവനക്കാരെ മർദ്ദിക്കുകയും ഫർണിച്ചറുകളും മദ്യക്കുപ്പികളും അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആക്രമണ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഓച്ചിറയിലെ റീജൻസി ബാറിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ആക്രമണം നടന്നത്. ബാറിൽ കയറിയ യുവാക്കളുടെ സംഘം ഫർണിച്ചറുകളും മറ്റ് സാമഗ്രികളും അടിച്ചു തകർത്തു. മദ്യക്കുപ്പികൾ എറിഞ്ഞു പൊട്ടിക്കുകയും ബാറിനുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. തലേ ദിവസം ബാർ അടയ്ക്കുന്ന സമയത്ത് മദ്യം ആവശ്യപ്പെട്ടെത്തിയ സംഘത്തിന് മദ്യം നൽകാൻ കഴിയില്ലെന്ന് ജീവനക്കാർ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിൽ പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് യുവാക്കളെ മടക്കി അയച്ചിരുന്നു. എന്നാൽ പിറ്റേ ദിവസം വൈകിട്ടോടെ വീണ്ടും ബാറിലെത്തിയ സംഘം ആക്രമണം നടത്തുകയായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. മലപ്പുറം രജിസ്ട്രേഷനിലുള്ള കാറിലെത്തിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. ജീവനക്കാരുമായി തർക്കമുണ്ടായതിനു പിന്നാലെ ബാർ അടിച്ചു തകർക്കുന്നതും കസേരകൾ നശിപ്പിക്കുന്നതും മദ്യക്കുപ്പികൾ എറിഞ്ഞു പൊട്ടിക്കുന്നതുമായ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ബാർ ഉടമയുടെ പരാതിയിൽ ഓച്ചിറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളും മറ്റു തെളിവുകളും ശേഖരിച്ച പോലീസ് അക്രമി സംഘത്തെ തിരിച്ചറിഞ്ഞതായാണ് വിവരം. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം വർക്കലയിലെ കുപ്രസിദ്ധ ഗുണ്ടയാണ് ഹെൽമറ്റ് മനു എന്ന് വിളിക്കുന്ന ആരോമൽ. തലസ്ഥാന ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. വധശ്രമം, ലഹരി കച്ചവടം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായ ഹെൽമറ്റ് മനു നാട്ടുകാർക്ക് പേടി സ്വപ്നമാണ്. 3 തവണയാണ് ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തിയിട്ടുള്ളത്. കാപ്പ ലംഘിച്ച് അയിരൂർ സ്റ്റേഷൻ പരിധിയിലെത്തി ആക്രമണം നടത്തിയ കേസിൽ പ്രതി വീണ്ടും പിടിയിലായി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് മനുവിനെ സാഹസികമായി പിടികൂടിയത്. അറസ്റ്റ് ചെയ്യുന്നതിനിടെ പോലീസിനെ ചെറുക്കാൻ ശ്രമിച്ച പ്രതിയെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. വധശ്രമം, ലഹരി വിൽപ്പന, ബോംബേറ് ഉൾപ്പെടെ 35ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഹെൽമറ്റ് മനു എന്ന ആരോമലിനെതിരെ 3 തവണ കാപ്പ ചുമത്തിയിട്ടുണ്ട്. മുൻപ് 2 തവണ കാപ്പ നിയമം ലംഘിച്ചതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ടായിരുന്നു. 3-ാം തവണയും കാപ്പ ലംഘിച്ച് അയിരൂർ സ്റ്റേഷൻ പരിധിയിലെത്തി മുൻവൈരാഗ്യമുള്ള ഒരു കുടുംബത്തെ ക്രൂരമായി ആക്രമിച്ച ശേഷം ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഈ കേസിലെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി വലയിലായത്. അയിരൂർ, കല്ലമ്പലം, വർക്കല, പാരിപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി അടിപിടി, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ, വധശ്രമം, ലഹരിമരുന്ന് കച്ചവടം, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ആരോമൽ. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് പലതവണ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 2021-ലാണ് അയിരൂർ സ്റ്റേഷൻ പരിധിയിൽ ഇയാൾക്കെതിരെ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ചുരുങ്ങിയ കാലയളവിലാണ് ആരോമൽ പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയ കുപ്രസിദ്ധ ഗുണ്ടയായി മാറിയത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. 2 കൂട്ടുകാരികളെ കൊലയ്ക്ക് കൊടുത്തിട്ടും യാതൊരു കുറ്റബോധവുമില്ല. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഒരു മറുപടിയുമില്ല. സൗഹൃദം നടിച്ച് സിന്ധുകുമാരി കബളിപ്പിച്ചത് നിരവധി പേരെയാണ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ
70 പവൻ നഷ്ടപ്പെട്ടതിൻ്റെ മനോവിഷമം കാരണം യുവതികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി സിന്ധുകുമാരിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. ഇതുവരെയും 21 പരാതികൾ ഇവർക്കെതിരെ വിഴിഞ്ഞം സ്റ്റേഷനിൽ ലഭിച്ചു. മണിക്കൂറുകളോളം പോലീസ് ഉദ്യോഗസ്ഥർ മാറി മാറി ചോദ്യം ചെയ്തിട്ടും ഒന്നിനും വ്യക്തമായ ഉത്തരം നൽകാതെ പ്രതി ഒഴിഞ്ഞു മാറുന്നു. സിന്ധുകുമാരിയെ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത്. മണിക്കൂറുകളോളം പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ ഒന്നിനും വ്യക്തമായ ഉത്തരം നൽകാതെ പ്രതി ഒഴിഞ്ഞു മാറുന്നതായി പോലീസ് പറയുന്നു. SBI പൂങ്കുളം ശാഖ, KSFEയുടെ തമ്പാനൂർ ശാഖ, കോവളത്തെ ധനകാര്യ സ്ഥാപനം, വെങ്ങാനൂരുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനം എന്നിവിടങ്ങളിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സ്വർണ്ണ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 21 പരാതികളാണ് വിഴിഞ്ഞം സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത്. നേമം സ്വദേശി 78 പവൻ നഷ്ടമായത് സംബന്ധിച്ച് പരാതിയുമായി എത്തിയെങ്കിലും സംഭവം നടന്ന സ്റ്റേഷൻ പരിധി ചൂണ്ടിക്കാട്ടി നേമം സ്റ്റേഷനിലേക്ക് അയച്ചു. 5 വർഷത്തിനിടെ 7.5 കോടി രൂപയുടെ ഇടപാടുകളാണ് ഒരു ബാങ്കിൽ മാത്രം സിന്ധു നടത്തിയത്. സ്വർണ്ണാഭരണങ്ങൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചെന്നും പണമടച്ചാൽ തിരികെ കിട്ടുമെന്നുമാണ് സിന്ധുകുമാരി പോലീസിനോട് പറഞ്ഞത്. പരാതിക്കാർ പ്രതിയുമായി നേരത്തെ സംസാരിച്ച ശബ്ദരേഖകൾ പോലീസ് ഡിജിറ്റൽ തെളിവായി എടുത്തിട്ടുണ്ട്. സ്വർണ്ണപ്പണയ തട്ടിപ്പിനെ തുടർന്ന് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരികളായ വെണ്ണിയൂർ സ്വദേശി അഞ്ജു, വെങ്ങാനൂർ സ്വദേശി ഐശ്വര്യ എന്നിവർ ജീവനൊടുക്കിയിരുന്നു. ഇതോടെയാണ് സിന്ധുവിന്റെ തട്ടിപ്പ് പുറത്തറിഞ്ഞത്. കോടികളുടെ തട്ടിപ്പിന് മറ്റൊരു യുവാവിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. ഇയാളെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ്. കേസിൽ തുടരന്വേഷണം DCRBക്ക് കൈമാറിയെങ്കിലും നേരത്തെ കസ്റ്റഡിയിൽ വിടുന്നതിന് കോടതി ഉത്തരവുള്ളതിനാലാണ് പ്രതിയെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മലയാളികളെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണല്ലേ? നമ്മുടെ നാട്ടുകാർക്ക് മാത്രമല്ല മറ്റ് സംസ്ഥാനക്കാർക്കും ഇക്കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും കേരളം കേന്ദ്രീകരിച്ച് തട്ടിപ്പിനിറങ്ങുന്നത്. സൈബർ കെണികൾ മാത്രമല്ല, മറ്റു പല രീതിയിലും ഇവിടെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ദമ്പതിമാരിൽ നിന്ന് 6 ലക്ഷം രൂപ തട്ടിയെടുത്തത് സ്വർണം നൽകാമെന്ന് പറഞ്ഞാണ്. കേസിൽ കർണാടക മൈസൂരു സ്വദേശികളായ അർജുൻ, വിനോദ് എന്നിവരെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തർ സംസ്ഥാന തട്ടിപ്പ് സംഘത്തിലെ അംഗങ്ങളാണ് ഇരുവരുമെന്നാണ് പോലീസ് നിഗമനം. മൈസൂരുവിൽ ഭൂമി കുഴിച്ചപ്പോൾ സ്വർണം ലഭിച്ചെന്നും അത് വിൽക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞാണ് പ്രതികൾ ദമ്പതിമാരുമായി ബന്ധം സ്ഥാപിച്ചത്. കലൂർ സ്റ്റേഡിയത്തിന് സമീപത്തെ കോഫി ഷോപ്പിൽ വെച്ച് പരിചയപ്പെട്ട സംഘം വിശ്വാസ്യത ഉറപ്പാക്കാൻ യഥാർത്ഥ സ്വർണത്തിന്റെ സാമ്പിളും കൈമാറി. തുടർന്ന് സഹോദരിയുടെ വിവാഹാവശ്യത്തിനായി പണം വേണമെന്നും കുറഞ്ഞ വിലയ്ക്ക് സ്വർണം നൽകാമെന്നും പറഞ്ഞ് ദമ്പതിമാരെ വിശ്വസിപ്പിച്ചു. സ്വർണം വിറ്റ ശേഷം ബാക്കി തുക നൽകിയാൽ മതിയെന്ന് ഉറപ്പു നൽകി കലൂർ സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ച് 6 ലക്ഷം രൂപ അഡ്വാൻസായി കൈപ്പറ്റുകയായിരുന്നു. പണം വാങ്ങിയ ശേഷം പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. ദമ്പതിമാരുടെ പരാതിയെ തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കന്യാകുമാരിയിലെ ഒളിസങ്കേതത്തിൽ നിന്നും ഇരുവരെയും പോലീസ് പിടികൂടിയത്. പ്രതികളിൽ നിന്ന് തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്ന വ്യാജ സ്വർണവും മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. വടക്കഞ്ചേരി, ഷൊർണൂർ എന്നിവിടങ്ങൾ ഉൾപ്പെടെ കേരളത്തിലും കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലുമായി സമാന രീതിയിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഘത്തിലെ മറ്റുള്ളവർക്കായി അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുക്കുമണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാണ്.
കോഴിക്കോട് മുക്കത്ത് സ്വർണം പൂശിയ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഓമശ്ശേരി പുത്തൂർ സ്വദേശി ഷമീറിനെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. ഇതിന് പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ടെന്നും പിടിയിലായവർ തട്ടിപ്പ് സംഘത്തിലെ കണ്ണികൾ മാത്രമെന്നുമാണ് പോലീസ് നിഗമനം. കാരശ്ശേരി ബാങ്കിൽ സ്വർണം പൂശിയ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിലാണ് അറസ്റ്റ്. ഓമശ്ശേരി പുത്തൂർ സ്വദേശി ഷമീറിനെയാണ് ഓമശ്ശേരി അങ്ങാടിയിൽ നിന്ന് പിടികൂടിയത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്വർണം പൂശിയ മുക്കുപണ്ടം പണയം വെച്ച് 3 തവണയായി 3,17,000 രൂപയാണ് സംഘം തട്ടിയെടുത്തത്. മുക്കത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിലെ പ്രതി ചാത്തമംഗലം മലയമ്മ സ്വദേശി മുഹമ്മദ് സിനാനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ സ്വർണം പൂശിയ മുക്കുപണ്ടം പണയം വെച്ച നിരവധി പരാതികൾ ഇനിയും വരാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഇതിന് പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ടെന്നും ഇപ്പോൾ പിടിയിലായവർ തട്ടിപ്പ് സംഘത്തിലെ അവസാന കണ്ണികൾ മാത്രമാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മുക്കം. നമ്മുടെ വീട്ടിൽ ഒരു കവർച്ച നടന്നാൽ സ്വാഭാവികമായും പരാതി നൽകേണ്ടത് പോലീസിനാണല്ലേ? ആ കേസ് അന്വേഷിക്കാനും കള്ളനെ പിടിക്കാനുമുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. എന്നാൽ കാസർഗോഡ് പൈവളികയിലെ ഒരു വീട്ടിൽ കവർച്ച നടന്ന വിവരം പോലീസിനെ അറിയിച്ചിട്ടും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. മാർച്ച് 9-നാണ് ദമ്പതിമാർ ക്ഷേത്ര ദർശനത്തിന് പോയ സമയത്ത് വീട്ടിൽ വൻ കവർച്ച നടന്നത്. 14 പവനോളം സ്വർണവും പണവും നഷ്ടപ്പെട്ടെന്നായിരുന്നു പരാതി. പോലീസ് പരാതി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതോടെ ഒടുവിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ദമ്പതിമാർ ക്ഷേത്ര ദർശനത്തിനും മക്കൾ കോളേജിലും സ്കൂളിലും പോയിരുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് 14 പവനോളം സ്വർണവും 20,000 രൂപയും കവർന്നത്. സംഭവത്തിൽ പൈവെളികെ കുരുടുപ്പദവിലെ സുബ്രായ് സായുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാർച്ച് 9-നും 23-നും ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നതെന്ന് സംശയിക്കുന്നു. പരാതിക്കാരനും ഭാര്യയും കർണാടകയിലെ കുക്കൈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാഗപൂജയ്ക്കായി പോയതായിരുന്നു. മൂത്ത മകൻ കോളേജിലേക്കും ഇളയ കുട്ടികൾ പൈവെളികെ സ്കൂളിലേക്കും പോയിരുന്നു. ഈ സമയത്ത് വീടിന് സമീപത്താണ് താക്കോൽ സൂക്ഷിച്ചിരുന്നത്. ഇവിടെ നിന്ന് താക്കോൽ കൈക്കലാക്കി മോഷ്ടാവ് വീട് തുറന്ന് അകത്ത് കയറി മോഷണം നടത്തിയതായാണ് പരാതി. മാർച്ച് 9-നാണ് കവർച്ച നടന്നതെങ്കിലും പോലീസ് പരാതി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. 3 മാസം 9, 10, 11 3 ദിവസത്തിലായിട്ട് ഇത് നടന്നത്. 9-ാം തീയതി നമ്മൾ 13 മണിക്കാണ് വീട്ടിൽ നിന്ന് പോയത്. ഞാൻ എന്റെ ബിസിനസ് കുട്ടികൾ സ്കൂളിൽ ലീവ് അവിടെ കൂട്ടിട്ട് അവിടെ താക്കോൽ വെച്ചിട്ട് ഉച്ചക്ക് മടങ്ങി വന്നു. അവന് 10-ാം തീയതിയാണ് ഇത് നടന്നത്. ഏകദേശം നടന്നത് 10-ാം തീയതിയാണ്. സ്കൂളിൽ പോയിട്ട് നമുക്ക് എടുത്തത്. അത് ഗുണത്തുള്ള ആൾ തന്നെ ആയിട്ടുണ്ടാകും. എല്ലാം നോക്കുന്ന ആളായിരുന്നു. 13 പവന് പൊന്നി പോയിട്ടുണ്ടാവും. ഏകദേശം 13 പവൻ. പിന്നെ 20,000 മേലെ പോയി. വൈകിയത് 10 ദിവസം ഞാൻ നോക്കുമ്പോ തന്നെ പോയി. എനിക്ക് ഡൗട്ട് ഒന്നുമില്ല, കാണുന്നില്ല. അങ്ങനെ 10 ദിവസം നോക്കുമ്പോ പിന്നെ കടത്തിന്റെ ആവശ്യം നമുക്ക് നമ്മൾ അതിന്റെ നോക്കണ്ട നോക്കുമ്പോൾ പൈസ ഇല്ല. പിന്നെ ഇതില്ല, പൊന്നിയില്ല. പിന്നെ 25-നെയാണ് ഞാൻ സ്റ്റേഷനിൽ പോയത്. പോലീസ് വന്നിട്ട് അന്വേഷിച്ച് പോയി. ഒന്നും നടപടിയില്ല. ഡയമണ്ട് നെക്ലേസ്, വള, കമ്മൽ, മോതിരം, മാല തുടങ്ങിയ ആഭരണങ്ങളും 20,000 രൂപയും നഷ്ടമായതായി പരാതിയിൽ പറയുന്നു. മോഷണത്തിന് പിന്നിൽ പ്രദേശവാസിയായ ഒരാളെന്ന് സംശയിക്കുന്നതായും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്.
ന്യൂസ് 18 കാസർഗോഡ്. നടി അൻസിബയെ അധിക്ഷേപിച്ച കേസിൽ ടിനി ടോമിന് തൽക്കാലം ആശ്വസിക്കാം. അൻസിബയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ ടിനി ടോമിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി. സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റം, ലൈംഗിക സൂചനയോടെയുള്ള പരാമർശം, മതസ്പർദ്ധ വളർത്തൽ എന്നിവയുൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു ടിനിക്കെതിരെ ചുമത്തിയത്. അൻസിബയുടെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് കടവന്ത്ര പോലീസ് ടിനി ടോമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയെന്നും ജിഹാദിയെന്നും മതതീവ്രവാദിയെന്നും വിളിച്ച് വർഗീയമായി അധിക്ഷേപിച്ചുവെന്നുമാണ് പരാതിയിലെ പ്രധാന ആരോപണങ്ങൾ. കൂടാതെ തന്റെ ഡ്രൈവറെ മതം മാറ്റാൻ അൻസിബ ശ്രമിച്ചുവെന്ന തരത്തിൽ വ്യാജ പ്രചാരണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു. സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റം, ലൈംഗിക സൂചനയോടെയുള്ള പരാമർശം, മതസ്പർദ്ധ വളർത്തൽ എന്നിവയുൾപ്പെടെയുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ടിനി ടോമിനെതിരെ ചുമത്തിയിട്ടുള്ളത്. പരാതിയിൽ കഴമ്പില്ലെന്ന പോലീസ് റിപ്പോർട്ട് നേരത്തെ തള്ളിയ എറണാകുളം സെഷൻസ് കോടതിയാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത്. ഇതിന് പിന്നാലെ അറസ്റ്റ് സാധ്യത കണക്കിലെടുത്താണ് ടിനി ടോം മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ടിനി ടോമിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സോളർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടെനി ജോപ്പനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി. മല്ലേലി ശ്രീധരൻ നായർ നൽകിയ കേസിൽ നിന്നാണ് ടെനി ജോപ്പനെ ഒഴിവാക്കിയത്. മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMA-യുമായി കാപ്പ കേസ് പ്രതി പിടിയിൽ. 405 ഗ്രാം MDMA-യുമായി പിടിയിലായത് വേങ്ങര സ്വദേശി അനിലെന്ന പൂലൻമണി. പുത്തനത്താണിയിൽ വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 6 കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. എടരിക്കോട് മമ്മാലിപ്പടി സ്വദേശി റാഷിദിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് പിടികൂടിയത്. വയനാട്ടിൽ MDMA ലോറിയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച യുവാക്കൾ പിടിയിൽ. 23 ഗ്രാം MDMA-യുമായി പിടിയിലായത് നായ്ക്കട്ടി സ്വദേശികളായ സഫ്നാസ്, അബ്ദുൾ റഷീദ് എന്നിവർ. പാലക്കാട് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിൽ പാഴ്സലായി വന്ന 7 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. കൊല്ലങ്കോട് സ്വദേശി സിബി എന്ന കൃഷ്ണൻകുട്ടി, കവിത എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. ബേഡകം സ്വദേശി മുഹമ്മദ് റിയാസിന്റെ മരണത്തിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമാണ്. പൊതുസ്ഥലത്ത് വെച്ചും യാത്രക്കിടയിലും തൊഴിലിടത്തുമൊക്കെ അവർ അതിക്രമത്തിന് ഇരകളാകുന്നു. എന്തിനു പറയുന്നു, സ്വന്തം വീട്ടിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ലാത്ത കാലമാണ്. പാലക്കാട് ബസ് യാത്രക്കിടെ 13 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായ കേസിൽ പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. മണ്ണാർക്കാട് സ്വദേശി ബിജുവിന് 3 വർഷം കഠിന തടവാണ് ശിക്ഷ. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ വിധി മാതൃകാപരമാണോ? നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കേണ്ട ഭരണകൂടവും പോലീസും കോടതിയും ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.